World's most immersive movie experience, powered by a combination of the most advanced technology, will take you from the edge of your seat to the edge of reality. Enjoy crystal clear images and colors so intense they will take your breath away in specially designed theaters that bring you closer to the movies you love. Huge panoramic screens that allow you to escape into your favorite movie scenes. And immersive sound that will surround you from here, here, and here. We can take you from a pin drop to the thunder of a jet engine. So sit back and get ready to enjoy an unparalleled movie experience. IMAX, never compromise.
ഹേ ഗൈസ്, F1 മൂവി കാണാൻ വേണ്ടി അങ്ങനെ ബ്രോഡ്വേ സിനിമാസൊക്കെ വന്നിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് 1 വീക്കായി. ഈ നല്ലൊരു ബെസ്റ്റ് സീറ്റിംഗ് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവിയായിരുന്നു. റിലീസായിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ സൂപ്പർമാൻ ഇറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും വർത്ത് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ബ്രോഡ്വേ സിനിമാസ് കയറുന്ന ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി റിലീസ് ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജുറാസിക് വേൾഡ് റീബർത്ത് കൂടി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 3 സിനിമ ഒരു ദിവസം തന്നെ കാണുമ്പോൾ ഓട്ടോമാറ്റിക് ടയർഡാവും. അതുകൊണ്ട് ഞാനത് ഇന്നലെ കണ്ടു. ഇന്നലെ അത് ഞാൻ 3D പാലക്കാട് പ്രേയിൽ വെച്ചാണ് കണ്ടത്. ഇന്നത്തേക്ക് നമ്മുടെ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂർക്ക് വന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒന്ന് റൂമെടുത്ത് ഏർലി മോർണിംഗ് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി നേരത്തെ ഒരു 1 വീക്കായി ഞാൻ ഈ ബുക്ക് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് സെൻട്രൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല സീറ്റിംഗ് പൊസിഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരേ സമയം. അതുമാത്രമല്ല ഈ F1 എന്നുള്ള ഷോ ഈ ബ്രോഡ്വേ സിനിമയിൽ ഇപ്പോൾ മോർണിംഗ് മാത്രം 7:25 AM ഷോ ചെയ്യുന്നത്. ഒറ്റ ഷോ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു ഷോ മിസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ ഒരു ഷോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഷോ ആയിട്ട് ഒരു സൂപ്പർമാൻ 3D ആണ് എടുത്ത് അതും കൂടി കാണണമായിരുന്നു. അപ്പോൾ അതുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നത്. ഇവരാണെങ്കിൽ ഷോ ബുക്ക് ചെയ്യുന്ന സമയത്ത് 2 ദിവസത്തെ നേരത്തെ കൂട്ടി ഷോ ഓപ്പൺ ചെയ്യുന്നുമില്ല, സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഒരു ദിവസം മുമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തിരുന്ന് അത് ഞാൻ ബെസ്റ്റ് സീറ്റിംഗ് ആയ 2 സിനിമയും സെൻട്രൽ സീറ്റ് ബുക്ക് ചെയ്തു. അതോടൊപ്പം ഈ സിനിമാസ് IMAXിൽ തന്നെ കാണണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഈ സിനിമ IMAX ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ IMAX ആസ്പെക്ട് റേഷ്യോ തന്നെ കാണണം. 4K ലേസർ XT പ്രൊജക്ടറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലാകെ 2 IMAX ഉള്ളൂ. ഒന്ന് ട്രിവാൻഡ്രവും ഒന്ന് കൊച്ചി സിനിപോളിസും. ട്രിവാൻഡ്രത്തെ PVR സൂപ്പർപ്ലെക്സിൽ സെനോൺ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് 2K പ്രൊജക്ഷനാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി അവിടെ പോയി. പിന്നെ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ IMAX ലേസർ XT ആണ്. പക്ഷേ എനിക്ക് ആ സ്ക്രീനും സീറ്റിംഗ് പൊസിഷനും ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കോയമ്പത്തൂർ സീറ്റിംഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പോലും വിഷ്വൽ വൈസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം 72 ഫീറ്റാണ് ഇതിൻ്റെ സ്ക്രീൻ വിത്ത് വരുന്നത്. 35 ഫീറ്റ് വിത്തും 35 വിത്ത് ഹൈറ്റും 72 ഫീറ്റ് വിത്തുമാണ് വരുന്നത് സ്ക്രീൻ സൈസ്. ഏകദേശം 365 എന്നാണ് സീറ്റ് കപ്പാസിറ്റി വരുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് IMAX സ്ക്രീനാണ് കോയമ്പത്തൂരിൽ. അപ്പോൾ അത് മിസ് ചെയ്യേണ്ടെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 സിനിമ ഇവിടെ തന്നെ കാണാൻ ഉദ്ദേശിച്ചത്. F1 ഇവിടെ തന്നെ കണ്ടു. പാട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഈ F1 മൂവി എന്ന് പറഞ്ഞാൽ ഫോർമുല 1 കാർസൊക്കെ നമ്മളിങ്ങനെ TV-യിലൊക്കെ റാൻഡംലി കുറച്ച് ഷോസ് ഇങ്ങനെ കാണുന്നതല്ല, യൂട്യൂബിൽ വീഡിയോ കാണുന്നില്ല, ഫുള്ളായിട്ട് കാണുന്നില്ല. പണ്ട് സെബാസ്റ്റ്യൻ വെറ്റൽ പറഞ്ഞിട്ട് ഒരു F1 പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, ഒരു റേസർ. അയാൾ പുള്ളിക്കാരൻ F1 ജയിച്ച സമയത്ത് ഈ ന്യൂസ് പേപ്പറിലൊരു കട്ടിങ്സ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഷാമ്പൻ ബോട്ടിൽ ഈ കപ്പിനകത്ത് ഒഴിച്ച് കുടിക്കുന്ന ഒരു സീന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ്സും വീഡിയോസൊക്കെ ഇപ്പോൾ ഈ ന്യൂസിൽ വരുന്ന വീഡിയോസ് കണ്ടിട്ടാണ് ഫോർമുല 1 ഒരു കാർ റേസിംഗ് എന്നൊക്കെ സംഭവം നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. ഈ സാധാരണ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും ഈ പറയുന്ന നീഡ് ഫോർ സ്പീഡൊക്കെയല്ലേ നമ്മൾ കണ്ട് ശീലിച്ച ഒരു റേസ് മൂവീസ് എന്നൊക്കെ വരുന്നത്. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടൊരു ഭയങ്കര പാടം നല്ല എൻഗേജിങ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമുക്ക് ഈ ഒരു സ്ക്രീൻ സൈസിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് മിഴിച്ചിട്ട് അന്താളിച്ച് പോകും. ഈ പറഞ്ഞ പോലെ IMAXന് ഇൻട്രോ ഒക്കെ വരുന്നൊരു സീനുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ പറയും, എനിക്ക് അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അത്രയ്ക്കാണ് നമ്മൾ എന്തോ ഒരു സിനിമകൾ ആണ് ഒരുപാട് പേര് നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇതിലിപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് നമുക്കത് വേണമെന്ന് വെച്ചിട്ടാണ് ഞാനത് 4DXൽ കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ 4DXൽ സ്ക്രീൻ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. 2K ക്വാളിറ്റിയാണ്. 2K പ്രൊജക്ഷനാണ്. ഒരു സെനോൺ ലാമ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും അവർ ഒരു അപ്ഗ്രേഡേഷൻ വന്നിട്ടില്ല കൊച്ചി ഈ പറഞ്ഞ പോലെ 4DX സിനിമാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ IMAXൽ ഒരു 4DX ഇവർ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇവരങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് സൗണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബേസ് കുറവായിരുന്നു. പിന്നെ സൗണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ സൗണ്ട് വൈസ് നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി സൂപ്പർമാൻ ഉണ്ട് നെക്സ്റ്റ് ഷോ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് 10:45 AM സൂപ്പർമാൻ. അതുകൂടി കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയാം.
പടത്തിൻ്റെ റിവ്യൂ അല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിക്കൽ റിവ്യൂ ആണ് ഞാൻ എപ്പോഴും എടുക്കുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക. നമ്മൾ സിനിമ നമുക്ക് OTT കാണാം, സിനിമ TV കാണാം, അല്ലെങ്കിൽ ഇത് നമുക്ക് കാണാം. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഒരു വിസ്മയം എന്ന് വെച്ചാൽ ആ തിയേറ്ററിൽ കിട്ടുന്ന ഒരു നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ഇത് 4K DCP ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ. അപ്പോൾ അതൊരു 4K ഈ പറഞ്ഞ 4K XT പ്രൊജക്ഷനിൽ തന്നെ കാണുമ്പോൾ ഒരു IMAX സ്ക്രീനിൽ ആ ആസ്പെക്ട് റേഷ്യോയിൽ 1.3:1 ആ ആസ്പെക്ട് റേഷ്യോയിൽ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് കണ്ടു തന്നെ അറിയണം. ഈ പറഞ്ഞാൽ ഇത്രയും 10,000, 2,500, റൂം റെൻറ്റ് 3 ടിക്കറ്റും കൂടി ഓൾമോസ്റ്റ് 3,000 റുപ്പീസിനടുത്ത് എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. അത് എനിക്കൊരു നഷ്ടമായിട്ട് തന്നെ തോന്നിയിട്ടില്ല സത്യമായിട്ടും. കാരണം ഇപ്പോൾ നമുക്ക് ആമസോൺ പ്രൈമിൽ ഒരു OTT പ്ലാറ്റ്ഫോം, ഒരു OTT സബ്സ്ക്രിപ്ഷന് ഒരു വർഷത്തേക്ക് 1,500 രൂപയ്ക്ക് 500, 150 പടങ്ങൾ കാണുന്നതിനപ്പുറം ഒരു സിനിമ കൊല്ലത്തിൽ ഒരു തവണ നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല എക്സ്പീരിയൻസ് കാണും. അതൊരു വല്ലാത്ത തന്നെയാണ്. അതൊക്കെ പറഞ്ഞാൽ സിനിമ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യണം. നമ്മൾ ഈ പൈസ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പെട്ടിയിലിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ലൈഫ് എൻജോയ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ സൂപ്പർമാൻ കൂടി കണ്ടിട്ട് പറയാം കേട്ടോ. ഇതിന് വിഷ്വൽസ് ഞാൻ കുറച്ച് ഇടാം. പിന്നെ ഇതിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് ഈ വീഡിയോ. അപ്പോൾ യൂട്യൂബിൽ ഇടുന്ന സമയത്തിന് വിഷ്വൽസ് ഇടാൻ പറ്റില്ല. സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവ് ലിങ്കൊക്കെ ഞാൻ ഇട്ടുതരാം. അതിനകത്ത് നമ്മുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്ന ക്വാളിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട. നേരിട്ട് കാണുമ്പോൾ ക്വാളിറ്റി ഒരിക്കലും ഫോണിൽ കിട്ടത്തില്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയുമല്ലോ. അത് നമുക്കൊന്ന് കണ്ടു തന്നെ അനുഭവിച്ചറിയണം. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എൻ്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും കുറച്ച് 1-2 ഒരു IMAX മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ട്രിവാൻഡ്രം IMAX എക്സ്പീരിയൻസ് ചെയ്തു, കൊച്ചി IMAX എക്സ്പീരിയൻസ് ചെയ്തു, ഇത് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ IMAX 3D എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അതുപോലെ കൊച്ചിയിൽ ഞാൻ IMAX 2D ആണ്. ഇതിപ്പോൾ ഞാൻ F1 2D കണ്ടത്. ഇതിനു മുമ്പ് ഞാൻ കൽക്കി 2898 AD കാണാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് IMAX ഫുൾ ആസ്പെക്ട് റേഷ്യോ ആയിരുന്നില്ല, ക്രോപ്പ്ഡ് വേർഷൻ ആയിരുന്നു. അതൊരു സ്കോപ്പ് റേഷ്യോയിലുള്ള ഇതായിരുന്നു. 2 സൈഡ് മേലെയും താഴെയും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾ റേഷ്യോയിൽ കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. അതെനിക്ക് ഇപ്രാവശ്യം മാറി കിട്ടി. കാരണം ഒരു ഫുൾ സ്ക്രീൻ നിറഞ്ഞിങ്ങനെ കാണുമ്പോൾ കണ്ണ് തള്ളിങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്കിങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഓരോന്നാലും വിഷ്വൽസിൽ എടുക്കാൻ പറ്റി ഇങ്ങനെ ഒരു എപ്രാളമായിരുന്നു. അത് ശരിക്കും കണ്ടു തന്നെ അറിയാം, പറയാനില്ല. പിന്നെ പടമൊന്നും രക്ഷയില്ല. എൻഗേജിങ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. എനിക്ക് പടം ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ഞാൻ സൂപ്പർമാനും എനിക്ക് പടം ട്രെയിലർ കാണുന്നതൊന്നും ഇഷ്ടമല്ല. പടം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ആ കഥ എനിക്ക് മനസ്സിലാക്കി വിട്ടില്ല. പക്ഷേ മൂവി റിവ്യൂസ് കാണും, ട്രെയിലർ കാണാറില്ല. അങ്ങനെ ഞാൻ ട്രെയിലർ കാണാതെ വന്ന് കണ്ട പടമാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സൂപ്പർമാനോട് കണ്ടിട്ട് പറയാം. കേട്ടോ. To the thunder of a jet engine. So, sit back and get ready to enjoy an unparalleled movie experience. IMAX. Never compromise.
ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത സൂപ്പർമാൻ മൂവി ജസ്റ്റ് ഇപ്പോൾ കണ്ടിറങ്ങിയത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ടോപ്പിക്കാണല്ലോ. സാക് സെൻറ്റർ ഡയറക്റ്റ് ചെയ്ത 9 of Steel'ൻ്റെ പവർഫുള്ളായിട്ടുള്ള സൂപ്പർമാനും ഇപ്പോൾ ജെയിംസ് ഗണ്ണിൻ്റെ ഡേവിഡ് സ്കോർഫീൽഡിൻ്റെ ആ ഒരു സൂപ്പർമാൻ തമ്മിലൊരു കോമ്പറ്റീഷൻ. അപ്പോൾ എനിക്ക് സംബന്ധിച്ച് ഇപ്പോൾ സൂപ്പർമാൻ എന്നൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. അതിപ്പോൾ ഡേവിഡ് സ്കോർഫീൽഡ് ചെയ്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെൻറി കാവിൽ ചെയ്തോ എന്നുള്ളതല്ല വിഷയം. പടം എങ്ങനെ എൻഗേജിങ് ആയിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ടൊക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ഒരു തിയേറ്ററിൽ പല സിനിമകൾ മാറി മാറി കണ്ടു നോക്കിയാലേ സൗണ്ട് എഫക്റ്റുകൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിലും ഓരോ DCP ആയിരിക്കും വരിക. അപ്പോൾ ഫിലിം ഒരു IMAX തിയേറ്റർ അല്ലെങ്കിൽ 4K ഡോൾബി അറ്റ്മോസ് ആണ് തിയേറ്റർ പറഞ്ഞ കാര്യമില്ല. അത് ഏത് ഫോർമാറ്റാണ്, ഏത് ഇതാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു കിട്ടി. 3Dക്ക് ഒരു രക്ഷയില്ല. നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ തോന്നുന്ന ഒരു എഫക്റ്റായിരുന്നു. പിന്നെ മുമ്പെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു 50-60 സിനിമകൾ 3D സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് 2016 ഇറങ്ങിയ അമേസിംഗ് സ്പൈഡർമാൻ 2 ആണ് എനിക്ക് ഭയങ്കര 3D ഡെപ്ത്ത് ഭയങ്കര ഫീൽ ചെയ്തൊരു ഫിലിം. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ ഈ ബിൽഡിങ്സൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നമ്മൾ സ്പൈഡർമാൻ പോകുമ്പോൾ ആ ബിൽഡിങ്സൊക്കെ ഡെപ്ത്ത് നന്നായി ഫീൽ ചെയ്യും. എന്നതുപോലെ തന്നെയായിരുന്നു ഇതിനകത്ത് സൂപ്പർമാൻ ബിൽഡിങ്സിന് ഇടയിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഡെപ്ത്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ IMAXൻ്റെ ഇൻട്രോ സീൻ ഉണ്ടല്ലോ, IMAX തുടങ്ങുമ്പോൾ കാണിക്കുന്ന 3D എഫക്റ്റ് ഒരു രക്ഷയില്ലാത്തൊരു ഇൻട്രോ സീനായിരുന്നു. നമുക്കിങ്ങനെ മുമ്പിലിങ്ങനെ നിൽക്കുന്ന പോലെയുണ്ട്. പിന്നെ ആകെ എനിക്കൊരു ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായി ഫീൽ ചെയ്ത് ഈ സബ് ടൈറ്റിൽസ് ആയിരുന്നു. ഈ സബ് ടൈറ്റിൽസൊക്കെ നല്ല വെണ്ടക്ക അക്ഷരം എന്ന് പറയുന്നത് ആനമുട്ട വലുപ്പത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ സൂപ്പർമാൻ്റെ ആണെങ്കിലും ഇപ്പോൾ F1 കണ്ട സമയത്ത് ഇതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സബ് ടൈറ്റിലൊക്കെ മാറ്റി സിനിമ അവർ ഇടേണ്ട ഒരു കാലഘട്ടമായി. ഇപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ട് OTTയിൽ കാണുമ്പോൾ സബ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ തിയേറ്ററിനകത്ത് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു അരോചകമാണ്. എനിക്ക് കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് പൊതുവെ സബ് ടൈറ്റിൽ കണ്ട് ഇഷ്ടമല്ല. ഞാനത് ഒന്നുകൂടെ കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവാത്ത പാട്ടുകൾ ഒത്തിരി കാണുമല്ലോ. അങ്ങനെ മാത്രമേ ഞാൻ സബ് ടൈറ്റിൽ യൂസ് ചെയ്യാറുള്ളൂ. മാക്സിമം ഞാൻ ഓഫ് ചെയ്തിട്ടാണ് OTT പോലും കാണാറുള്ളത്. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നതുകൊണ്ടെന്നല്ല അർത്ഥം. നമുക്ക് ആ വിഷ്വൽ എഫക്റ്റ്, നമുക്ക് ഇപ്പോൾ ഓരോ ഫേഷ്യൽ എക്സ്പ്രഷനും ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ കിട്ടില്ല. സബ് ടൈറ്റിലോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ നോട്ട് അങ്ങോട്ട് പോകും. പോലത്തെ ഈ 3D ഒക്കെ കാണുന്ന സമയത്ത് നേരെ മുമ്പിൽ നിൽക്കുക, നമ്മുടെ കണ്ണ് നമ്മൾ ഈ വിഷ്വലിലോട്ട് പോകുന്നതല്ലാത്ത ഇപ്പോൾ ഈ കോൺവെർസേഷൻ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സബ് ടൈറ്റിൽ തന്നെ ഓട്ടോമാറ്റിക് ശ്രദ്ധ പോകും. അതൊരു ഭയങ്കര അരോചകമായി തോന്നി. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മാരക 3D എഫക്റ്റ് ആയിരുന്നു. നല്ല സൗണ്ട് എഫക്റ്റ്. ഇപ്പോൾ ഈ സബിൻ്റെയൊക്കെ നല്ല നെഞ്ചിലൊന്നും ഇടിയൊന്നും ഇപ്പോൾ ഓരോ ഈ എർത്ത് ഷാറ്ററിങ് സൗണ്ട് എന്നൊക്കെ നമ്മൾ ഈ IMAXൻ്റെ ഇതിൽ പറയുന്ന പോലെ ശരിക്കും ഫീൽ ചെയ്ത സിനിമ ഇതായിരുന്നു കേട്ടോ. കലിക്കൊക്കെ എനിക്കത് ഫീൽ ചെയ്തില്ല. F1 അത് ഫീൽ ചെയ്തില്ല. ഞാൻ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു F1 സൗണ്ട് എനിക്ക് പോരായിരുന്നു. പക്ഷേ തിയേറ്ററിൻ്റെ മാത്രം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ പറയാനുള്ളത് പുഷ് ബാക്ക് സീറ്റിൻ്റെയാണ്. ഞാൻ ആദ്യം F1 ഇരുന്നതിന് സീറ്റിന് വെച്ച് കുറച്ചുകൂടി ഫ്രണ്ടിലാണ് സൂപ്പർമാൻ ബുക്ക് ചെയ്തത്. കാരണം ഈ 3D സിനിമകൾ എപ്പോഴും ചെറുതായിട്ട് കണ്ണട വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ചെറുതായിട്ട് ഈ സ്ക്രീനിൽ ചെറുതാണ്. അപ്പോൾ 3D സിനിമകൾ കാണുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ റോയിൽ സീറ്റാണ് നല്ലത്.
ഫ്രണ്ടിൽ റോ ചൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കുറച്ചുകൂടി പുഷ് ബാക്കുള്ള സീറ്റായിരുന്നു ഫ്രണ്ടിൽ. ഏറ്റവും ഫ്രണ്ടിലുള്ള കിടന്ന് കാണാൻ പറ്റിയ റിക്ലൈനർ പോലത്തെ സീറ്റായിരുന്നു. പക്ഷേ പറയാനുള്ളത് തിയേറ്റർ അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ സീറ്റിംഗ് കുഴപ്പമില്ല. പ്രൈസ് പുറത്താണ് 580 രൂപയാണ്. 60 രൂപ വ്യത്യാസമുണ്ട് 2Dയും 3Dയും തമ്മിൽ. അപ്പോൾ സൂപ്പർമാൻ 2D അല്ല 4K DCP തന്നെയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് റിവ്യൂസ് പറഞ്ഞു വെച്ചിട്ട് നോക്കിയപ്പോൾ 2D കുറച്ചുകൂടി നല്ല കാണാൻ രസമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞ പോലെ 3D ആണ് എനിക്ക് എപ്പോഴും കാണാൻ എപ്പോഴും താല്പര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2D സിനിമകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ അധികം പേർക്ക് നമുക്ക് കാണാം. 3D പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ പറയാനുള്ളത്, ഞാൻ എൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാനിവിടെ വാട്സാപ്പിലൊക്കെ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇങ്ങനെ ഇട്ട് തരാം. പക്ഷേ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ഇടുന്ന സമയത്ത് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടെങ്കിൽ മിസ് ചെയ്യരുത് പടം. 3D തന്നെ കാണാൻ നോക്കുക. ഞാൻ പറയട്ടെ, പടം വെറുത്ത് വാച്ചിങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ സൗണ്ട് ഇപ്പോൾ ഇവിടെ പബ്ലിക്ക് എത്രത്തോളം നോയ്സ് ക്ലിയറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറയുന്നില്ല, വീട്ടിലും പടമാണ്. എനിക്ക് സന്തോഷം അടക്കാനായിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുക്കുന്നത്. എന്താ പറയുക, എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ ആരും കണ്ടണം, ഒരു തവണ നിങ്ങൾ കാണണം, ഐമാക്സ് പോയി കാണണം. ഏതെങ്കിലും ഒരു സ്കോപ്പ് റേഷ്യോ പോയിട്ടില്ല. ഇത്രയും വലിയൊരു ഹൈറ്റും വിട്ടുള്ളൊരു ഹൈറ്റ് സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ ഡോൾബി ഈ അറ്റ്മോസിലൊക്കെ കണ്ട് ശീലിച്ച ആ ഒരു ഫോർമാറ്റ് അല്ലാതെ ഈ ഐമാക്സിൻ്റെ ഒരു സൗണ്ട് ഒരു എഫക്റ്റ് കൂടി മനസ്സിലാക്കുന്നത്. ഒരുപാട് സ്പീക്കേഴ്സൊന്നും ഇല്ല, കുറച്ച് സ്പീക്കേഴ്സ് വെച്ചിട്ട് അവരുടെ ഒരു കോർണർ സൗണ്ടൊക്കെ വരുന്നൊരു ഭയങ്കര ഫീലിംഗ്. ഈ പറഞ്ഞ അതുപോലെ തന്നെ ഈ സീറ്റിങ്ങും ഭയങ്കര സ്ലോപ്പാണ്. സീറ്റ് മേലെ നിന്ന് താഴ്ന്ന ഒരു ബാൽക്കണി വരുന്ന കാണുന്ന പോലെ മേലെ നിന്ന് തൊട്ട് താഴ്ന്ന ഒരു ഭയങ്കര സ്ലോപ്പാണ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ. പിന്നെ എന്താ പറയുക, ഒരു ഭയങ്കര ഇൻറ്റീരിയർ ഭയങ്കര അടിപൊളിയാണ്. മറ്റ് തിയേറ്റർ വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് കയറി തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു തിയേറ്ററാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ ഐമാക്സും നല്ല ഇൻറ്റീരിയറാണ്, നല്ല സ്ക്രീനാണ്. പക്ഷെ പ്രൊജക്ഷൻ മോശമാണ്. എന്താ പറയുക, 2K ഡുവൽ സൈനോ ലാമ്പ് പ്രൊജക്ഷനാണ്. പക്ഷേ അത് പ്രൊജക്ഷൻ്റെ ഒരു കുഴപ്പം കൊണ്ട് മാത്രമാണ് ട്രിവാൻഡ്രം ഐമാക്സ്. പിന്നെ പ്രൈസും 700-800 വെച്ചിട്ടൊക്കെയാണ് അവർ കളിക്കുന്നത്. 500 വിട്ടുള്ള ഒരു കളിയില്ല. അതുപോലത്തെ ഒരു പ്രൈസ് വയ്ക്കും. അതുപോലെ തന്നെ കൊച്ചി ആകെ ഒരു ബെറ്റർ ഐമാക്സ് എന്ന് പറയുന്നത് ബോർഡിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരിട്ട് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഉള്ളവർക്ക് വരാൻ പറ്റുന്നു. ഈ പറഞ്ഞ എല്ലാവരുടെയും റിവ്യൂസ് പറഞ്ഞ് ബാംഗ്ലൂരും ചെന്നൈയുടെയൊക്കെ ഓൾഡ് ഇതായി മാറി എന്നൊക്കെ പറയുന്നത്. എനിക്ക് കമ്പാരിസൺ ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദൊക്കെ പോയി നോക്കണമെന്നുണ്ട് എങ്ങനെയുണ്ട്. എങ്കിലും ഇത് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർമാൻ കുഴപ്പമില്ല, അടിപൊളി പടം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഇവർ ഓരോ ക്യാരക്ടർ മാറി വരണം. പറഞ്ഞ പോലെ ഒന്നും ഒരേ പ്ലോട്ടുമായിട്ട് വന്നിരിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജുറാസിക് പാർക്ക് ഇന്നലെ പോയി കണ്ടത് വിഷ്വൽ വൈസ് അടിപൊളിയാണ്. പക്ഷേ ഈ സെയിം പ്ലോട്ട് തന്നെ വെച്ചിട്ട് വീണ്ടും റൺ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് അതിനൊരു റിസർവുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 സിനിമ ഈ ഒരു കഴിഞ്ഞ ഒരു 9 മണിക്കൂർ ഗ്യാപ്പിനകത്ത് കണ്ടപ്പോൾ തന്നെ എനിക്കിപ്പോഴും ബോറടിച്ചിട്ടില്ല. 2 സിനിമ അടുപ്പിച്ച് കണ്ടിട്ടും ഇന്നലൊരു സിനിമ കണ്ടിട്ടും ഉറക്കം പൂർണ്ണമായിട്ടാണ് കിട്ടിയിട്ടില്ല. എങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. പടം ഐമാക്സിൽ കണ്ടതിൻ്റെ ഭയങ്കര ഹാപ്പിയാണ്.